എറണാകുളം വൈറ്റിലയിൽ സ്ത്രീയെ കൊലപ്പെടുത്തി റെയിൽവേ ട്രാക്കിൽ തള്ളിയ സംഭവം ഇന്നലെ വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു. ഇതിൽ പ്രതിയുമായി ഇന്ന് തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ നീക്കം. പൊന്നുരുന്നി സ്വദേശി ഷാജിയുടെ അറസ്റ്റ് ഇന്നലെ വൈകിട്ട് രേഖപ്പെടുത്തിയിരുന്നു. കൊല്ലപ്പെട്ട സുധാ ബേബിയും മുൻ ഹൈക്കോടതി ജീവനക്കാരനായ ഷാജിയും സുഹൃത്തുക്കളായിരുന്നു. പിന്നീട് ബന്ധത്തിലുണ്ടായ അസ്വാരസ്യങ്ങളാണ് കൊലയ്ക്ക് കാരണമെന്നാണ് ഇപ്പോൾ ഷാജി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. നവമി വിവരങ്ങളുമായി ചേരും. നവമി, ഇതിന്റെ ഒരു കൃത്യമായ കാരണത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ഇനിയിപ്പോൾ നിയമപരമായ നടപടികൾ മാത്രമാണ് ബാക്കിയുള്ളത്. മറ്റു ദുരൂഹതകളൊന്നും സംശയിക്കുന്നില്ല തൽക്കാലം, അല്ലേ? രഞ്ജിത്ത്, ഇതിൽ മറ്റ് ദുരൂഹതകളൊന്നും ഇല്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഈ പ്രതി ഹൈക്കോടതിയിലെ മുൻ ജീവനക്കാരനാണ്. മരിച്ച സുധാ ബേബിയുടെ അമ്മയും ഹൈക്കോടതിയിലെ ജീവനക്കാരിയായിരുന്നു. സുധാ ബേബിയുടെ അമ്മയ്ക്ക് ക്യാൻസർ രോഗത്തെ തുടർന്നാണ് കൊച്ചിയിലേക്ക് പിന്നെ അവർ താമസം മാറുകയും ഈ സുധാ ബേബിയുടെ അമ്മയും ഈ ഷാജിയും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു. ആ സൗഹൃദമാണ് പിന്നീട് സുധാ ബേബിയും ഈ പ്രതി ഷാജിയുമായി ഉണ്ടായത്. പിന്നീട് അവരുടെ സൗഹൃദം മറ്റൊരു തരത്തിലേക്ക് പോവുകയും ഷാജി വിവാഹിതനും കുട്ടികളുമുണ്ട്. സുധാ ബേബി വിവാഹമോചിതയായി നിൽക്കുന്നൊരു സ്ത്രീയാണ്. അത്തരത്തിൽ ഇവരുടെ ബന്ധം വഷളാവുകയും പിന്നീട് ഇവരുടെ ബന്ധത്തിലുണ്ടായ ചില പ്രശ്നങ്ങളാണ് സുധാ ബേബിയെ കൊലപ്പെടുത്തുവാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നായിരുന്നു ഷാജി പറഞ്ഞത്. ഇതിന് ഇന്നലെ തന്നെ പോലീസ് CCTV അടക്കം ശേഖരിച്ചിരുന്നു. ആ റെയിൽവേ ട്രാക്കിലേക്ക് ഇരുവരും ഷാജിയുടെ കാറിൽ വന്നിറങ്ങുന്നതും തിരിച്ച് ഷാജി മാത്രം കാറിലേക്ക് കയറുന്ന സമയത്ത് ഷാജിയുടെ ഷർട്ടിൽ രക്തക്കറ ഉണ്ടാകുന്നതുമൊക്കെ CCTVയിൽ പോലീസ് കൃത്യമായി തന്നെ കണ്ടെത്തി. ഇത് തന്നെയാണ് ഷാജിയുടെ അറസ്റ്റിലേക്ക് നയിച്ചത്. അതോടൊപ്പം തന്നെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്നലെ പോലീസിന് ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കൊലപാതകം അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിൽ തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ശരീരത്തിൽ ഇരുവരും തമ്മിൽ ബലപ്രയോഗം നടന്നതിന്റെ പാടുകളും ഉണ്ടായിരുന്നു. എന്തായാലും ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഷാജിയെ പോലീസ് അറസ്റ്റ് ചെയ്തതും ഷാജിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് എന്തായാലും തെളിവെടുപ്പിനായി ഷാജിയെ സംഭവ സ്ഥലത്ത് കൊണ്ടുവരും. ഇന്നലെ പുലർച്ചെയായിരുന്നു റെയിൽവേ ട്രാക്കിന്റെ സമീപത്ത് നിന്നും ഈ യുവതിയുടെ മൃതദേഹം ആദ്യം ലോക്കോ പൈലറ്റ് ആയിരുന്നു കണ്ടത്. പിന്നീട് അത് വൈകിട്ട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസിന് തന്നെ ആദ്യം പ്രാഥമിക പരിശോധനയിൽ തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് തോന്നുകയും ചെയ്തു. ഷാജി ഇതൊരു ആത്മഹത്യയാക്കി മാറ്റാൻ ശ്രമിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ മൃതദേഹം റെയിൽവേ ട്രാക്കിലേക്ക് ഇട്ടിരുന്നത്. പക്ഷെ അത് ട്രെയിൻ വരാത്ത ട്രാക്ക് ആയതിനാലാണ് ഷാജിയുടെ ആ തന്ത്രങ്ങളെല്ലാം പാളുകയും പോലീസിന് കൃത്യമായി തന്നെ ഷാജിയിലേക്ക് എത്താനും സഹായിച്ചത്. ഇന്ന് സംഭവ സ്ഥലത്ത് റെയിൽവേ വൈറ്റില മേൽപ്പാലത്തിന് സമീപമുള്ള റെയിൽവേ ട്രാക്കിന് സ്ഥലത്തെത്തി ഇവരുടെ തെളിവെടുപ്പ് നടത്തും. ഷാജിയുടെ തെളിവെടുപ്പ് നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. താൻ ഒറ്റയ്ക്കാണ് സുധാ ബേബിയെ കൊലപ്പെടുത്തിയത്. അത് തങ്ങളുടെ തമ്മിലുള്ള ബന്ധത്തില് ചില പ്രശ്നങ്ങൾ ഉണ്ടായി, അതാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നുകൂടി ഷാജി പറയുന്ന സാഹചര്യമാണ്. രഞ്ജിത്ത്, ഏതായാലും പോലീസ് തെളിവെടുപ്പടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. കൊച്ചിയെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു അത്. കൃത്യമായി പോലീസ് പ്രതിയിലേക്ക് എത്തുകയും മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കുകയും മറ്റുമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇന്ന് ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് തെളിവെടുപ്പടക്കമുള്ള നടപടിക്രമങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.